നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മേ, കുറച്ചുകൂടി നല്ല ഭാഷയിൽ സംസാരിച്ചൂടെ? സത്യമോള് നമുക്ക് അന്യൊന്നുമല്ലല്ലോ. പപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? പപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടല്ലോ, ആ ശാലിനിയുടെ മകളായതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചാടി പുറപ്പെട്ടു പോകാൻ നോക്കുന്നത്. ഇനി ഒന്നും പറയണ്ട, നാളെ വന്നാ മാത്രം മതി. അപ്പൊ വല്ലവന്റെയും കൊച്ചിന്റെ തന്തയായി സ്കൂളിൽ വേഷം കെട്ടാനായി ഒരുങ്ങി തയ്യാറായി നിൽക്കുകയാണല്ലേ എന്റെ പൊന്നുമോൻ. ഈ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ നീ സത്യയുടെ അച്ഛന്റെ വേഷം കെട്ടിയാടാനായി സ്കൂളിലേക്ക് പോകില്ല. വിടില്ല ഞാൻ, നോക്കിക്കോ. നീ ഇന്ന് പുറത്തേക്ക് വല്ലതും പോകുന്നുണ്ടോ? എടാ വിഷ്ണു, നിന്നോടാ ഞാൻ ചോദിച്ചേ. എന്താ ആഹാ, എടാ നീ പുറത്തേക്ക് വല്ലതും പോകുന്നെങ്കിലേ എനിക്ക് കുറച്ച് മരുന്ന് മേടിക്കാനുണ്ടായിരുന്നു. അച്ഛാ, ചീട്ടിങ് എന്നൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അത് വേണ്ട, നിനക്കെന്ന് സ്കൂളിൽ ഫാദേഴ്സ് ഡേ അല്ലേ, നിനക്ക് തിരക്കായിരിക്കും. അതിനിടയ്ക്ക് ഇതൊന്നും വാങ്ങിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അവൻ പൊക്കോളും. നീ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോകാൻ നോക്ക്. അപ്പോ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. മത്സരങ്ങളെല്ലാം ഉണ്ടാവും, അച്ഛനും മോളും പങ്കെടുക്കണം, കേട്ടല്ലോ. അത് ശരി, മത്സരത്തിന് അച്ഛന്മാരും പങ്കെടുക്കണോ? അങ്ങനെയൊക്കെയാ പറഞ്ഞിരിക്കുന്നെ. കൊള്ളാം. എന്ത് പരിപാടി? കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് പഠിക്കാനാ. ഇതുപോലുള്ള കോമാളിത്തരത്തിനൊക്കെ അധ്യാപകരും കൂട്ടി നിൽക്കുന്നുണ്ടല്ലോ. ആ, അവർക്ക് ഇന്നത്തെ ദിവസം ഇനി പഠിപ്പിക്കണ്ടല്ലോ. ഭാമേ, ഈ പഠനത്തോടൊപ്പേ കുട്ടികളുടെ മാനസികോല്ലാസവും വർദ്ധിപ്പിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നതേ. ആട്ടവും പാട്ടും ഇതുപോലുള്ള ആക്ടിവിറ്റീസുകളൊക്കെ ആയിട്ട് കുട്ടികൾ എപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കണം. ആ, എന്നാലേ നല്ല സമൂഹത്തെ ഈ കുട്ടികളോട് വാർത്തെടുക്കാൻ പറ്റൂ. ഇതൊക്കെ ഞാൻ ആരോട് പറയാനാ? സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ ഈ സാറ്റണ്ണി കളിക്കാനാണോ എന്ന് ചോദിക്കുന്നവരോടെ അവരോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അങ്ങനെയൊന്നും എന്നെ കൊച്ചാക്കാൻ നോക്കണ്ട. ഞാനും തെറ്റില്ലാത്ത രീതിയിൽ പഠിച്ചു തന്നെയാ വളർന്നത്. പിന്നെ അധികം ക്ലാസ്സിലേക്ക് പോകാൻ പറ്റിയില്ലെന്ന് മാത്രം. പക്ഷേ അന്നൊന്നും ഇങ്ങനെ കോപ്രായങ്ങളൊന്നും ഇല്ലായിരുന്നു. ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേയും ചുമ്മാ ഓരോ വേഷം കെട്ടില് അല്ലതെന്താ. അല്ല, വിഷ്ണു ബ്രോ സ്കൂളിലേക്ക് വരുന്നെന്ന് പപ്പിമോള് പറഞ്ഞു. ഞാൻ വരാം. അതെന്തിനാ നീ പോകുന്നത്? നിന്റെ മക്കൾ ആരെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? അത് പപ്പിയുടെ രോഹിത്തിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിട്ട്. അതോ ആ അച്ഛനില്ലാത്ത കൊച്ചിന് തന്തയാകാൻ വല്ല ഉദ്ദേശമുണ്ടോ? അമ്മേ, കുറച്ചുകൂടി നല്ല ഭാഷയിൽ സംസാരിച്ചൂടെ? സത്യമോള് നമുക്ക് അന്യൊന്നുമല്ലല്ലോ. പപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? പപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ടല്ലോ, ആ ശാലിനിയുടെ മകളായതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ചാടി പുറപ്പെട്ടു പോകാൻ നോക്കുന്നത്. ആ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി ഇതുവരെ അവൾക്ക് തരാൻ പറ്റിയിട്ടുണ്ടോ? പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ വേഷം കെട്ടാൻ വേണ്ടി പോകുന്നത്? ഒഴിവാക്കി വിടുന്ന സ്ഥലത്ത് നിന്ന് സ്വയം മനസ്സിലാക്കി ഒഴിയണം. അല്ലാതെ പിന്നെ അവിടെ അള്ളി പിടിച്ചു നിൽക്കുന്നതേ നല്ല കുടുംബത്തിൽ പിറന്നവർക്ക് ചേരുന്നതല്ല. എന്റെ ഭാമേ,
ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സന്തോഷത്തിന്റെ കാര്യമാണ്. ദേ, അതിൽ നീ തടസ്സം നിൽക്കരുത്. ദൈവകോപം ഉണ്ടാവും. ഓ, ഇക്കാര്യത്തിലെ അല്പം ദൈവകോപം കിട്ടിയാലും വിഷ്ണുവിനെ ആ കൊച്ചിന്റെ അച്ഛനാവാൻ ഞാൻ വിടില്ല. ഇല്ലെങ്കിൽ ഇതിനൊരു തീരുമാനമാകട്ടെ. വിഷ്ണു അച്ഛാ, അമ്മേ, ഞാൻ പപ്പിക്ക് വാക്ക് കൊടുത്തതാ, ഞാൻ പോവും. എന്റെ സമ്മതമില്ലാതെ അവൻ പോകുന്നത് എനിക്കൊന്ന് കാണണം. ഡാ, നീ സമയം കളയണ്ട. അവനെ നോക്കി നീ നിൽക്കാൻ വേണ്ട. അവനെ എന്തായാലും ഞാൻ വിടില്ല. എന്നിട്ട് നോക്കിയോണ്ട് നിൽക്കുന്നേ. കൊച്ചിനെ പിടിച്ചോണ്ട് സ്കൂളിലോട്ട് പോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. ആ, പോയിട്ടോ. വാ മോളെ, പോവാം. അച്ഛാ, വിഷ്ണു അച്ഛൻ. ഡി, നിന്ന് ചിടുങ്ങാതെ സ്കൂളിൽ പോ നോക്ക്. വാ. ഒരു ഫാദേഴ്സ് ഡേ. അപ്പോ അമ്മയെ തിരിച്ചു പോകാൻ തന്നെ നിന്റെ പരിപാടിയല്ലേ? ഞാൻ പറഞ്ഞല്ലോ, പപ്പിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ. ഡാ, സത്യയുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ഒരു തെളിവ് കിട്ടാത്തടത്തോളം നീ അവരുമായി യോജിക്കുന്ന ഒരു കാര്യത്തിനും എനിക്ക് സമ്മതം തരാൻ കഴിയില്ല. ഡാ വിഷ്ണു, നീ ഇന്ന് പോകില്ലെന്നും നിന്നെ വിടില്ലെന്നും തീരുമാനിച്ചത് സത്യഭാമയാ. അതിനെ എന്തു മാർഗം ഉപയോഗിക്കാൻ എനിക്ക് മടിയില്ല. അമ്മേ, 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 കളിക്കില്ലേ? വാതിലോർക്കാൻ അമ്മേ, അമ്മേ, വാതിലോർക്കാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.